ഗംഭീരമായിട്ട് പോകുന്നു. എന്നെക്കുറിച്ച് മാത്രം ചോദിക്കുക. കാരണം ഞാൻ വോട്ടേഴ്സിനെ മാത്രമേ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. ആര് വരുന്നു, ആര് പോകുന്നു, ഇതിനൊക്കെ പ്രത്യേകിച്ച് കാരണം ഉണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇല്ലില്ല എൻ്റെ കാര്യം ചോദിക്കുക. അല്ല, ഞാൻ അതന്നെ ചോദിക്കുക. ഇപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് BJPയുടെ സാന്നിധ്യം ശക്തമായിട്ടുണ്ട്. അത് കണ്ട് പേടിച്ചിട്ടാണോ ചില സ്ഥാനാർത്ഥികൾ മാറി വരുന്നത്? അയ്യോ, അതൊന്നും ചോദിക്കാതൊക്കെ അത് അവരുടെ സംഘടനയുടെ കാര്യമാണ്. അവരാ തീരുമാനിക്കട്ടെ. നമ്മളെന്തിനാ? എനിക്ക് പ്രസക്തിയില്ല. എനിക്ക് വോട്ടേഴ്സ് മാത്രമാണ് പ്രസക്തമായ ഘടകം ഇതിനകത്ത്. ഞാൻ വോട്ടേഴ്സിനെ മാത്രമേ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. അയ്യോ, അതൊക്കെ അവരുടെ കാര്യം. നിങ്ങൾ എന്തിനാ? എൻ്റെ പേരെഴുതി ഞാൻ വന്നില്ലേ? ഞാൻ വോട്ട് ചോദിക്കുന്നില്ലേ? എൻ്റെ വോട്ടേഴ്സില്ലേ? അയ്യോ, അത് അവരുടെ പ്രശ്നം. എനിക്കറിയത്തില്ല. ഞാൻ 3-ാം സ്ഥാനത്തോ 10-ാം സ്ഥാനത്തോ പോട്ടെ, അതിനെന്താ? അതിനെന്താ? ആയിക്കോട്ടെ. ജനമല്ലേ തീരുമാനിക്കുന്നത്? അവരല്ലല്ലോ തീരുമാനിക്കുന്നത്, ജനമല്ലേ തീരുമാനിക്കുന്നത്, വോട്ടേഴ്സല്ലേ തീരുമാനിക്കുന്നത്. ഇത് ഗംഭീരമായി, ഒന്നുകൂടെ ഗംഭീരമായി, അത്രയേ ഉള്ളൂ. നിങ്ങൾ BJPയുടെ കാര്യമോ എൻ്റെ കാര്യമോ ചോദിക്കുക, കോൺഗ്രസിൻ്റെ കാര്യം അവരുടെ അടുത്ത് ചോദിക്കുക, കേട്ടോ? ഇത് ഞാൻ പിന്നെയും എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ആദ്യം ആ പള്ളിയിൽ നിങ്ങൾ എന്തിന് വന്നു എന്ന് ഞാൻ ചോദിച്ച ബൈറ്റ് എനിക്കിതാ. ഇനിയില്ലെങ്കിൽ ഞാൻ മീഡിയ കാണത്തില്ല. പള്ളിക്കകത്ത് എൻ്റെ ആചാരപൂർവമായ ചടങ്ങിന് വരരുത് എന്ന് ഞാൻ പറഞ്ഞ സൗണ്ട് വീഡിയോ എനിക്ക് വേണം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇനി കാണില്ല. വെരി സോറി. അത് വാശി തന്നെയാണ്.